ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. 10th മെയിൻസ് ഹോട്ട് ടോപ്പിക്സുമായി ബന്ധപ്പെട്ട് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എന്ന ഏരിയയാണ് ഇന്ന് നമ്മൾ റിവൈസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്താണ്, സോഫ്റ്റ്വെയർ എന്താണെന്ന് നോക്കാം. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എടുത്താൽ അതിൽ ഹാർഡ്വെയറും ഉണ്ടായിരിക്കും, സോഫ്റ്റ്വെയറും ഉണ്ടായിരിക്കും. ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ അതിൽ ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, CPU എന്നിവ ഉൾപ്പെടുന്നു. എന്നാൽ സോഫ്റ്റ്വെയറിലേക്ക് വരുമ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നും രണ്ടാണ് ക്ലാസിഫിക്കേഷൻസ്. അതായത് സിസ്റ്റത്തിനുള്ളിൽ ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർസ്. എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ്. ഇവയെ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. ആദ്യം കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്താണെന്ന് നോക്കാം. നമുക്ക് തൊടാനും അതുപോലെ കാണാനും സാധിക്കുന്നതുമായിട്ടുള്ള കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങളാണ്. നമുക്ക് സ്പർശിക്കാൻ പറ്റും, അതേസമയം കാണാനും പറ്റും, അങ്ങനെയുള്ളതാണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർസ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഒക്കെ ഹാർഡ്വെയറിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇനി ഇൻപുട്ട് ഡിവൈസസിനെ കുറിച്ച് നോക്കാം. അതായത് ഒരു കമ്പ്യൂട്ടറിലേക്ക് ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ഡാറ്റ നമ്മൾ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ് ഇൻപുട്ട് ഡിവൈസസ്. ഒരു കമ്പ്യൂട്ടറിലേക്ക് ഒരു ഇൻഫോർമേഷൻ നമുക്ക് ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ നമ്മൾ അങ്ങോട്ട് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെയുള്ള ഡിവൈസസ് ആണ് ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. നമ്മൾ നൽകുന്ന നിർദ്ദേശങ്ങൾ കമ്പ്യൂട്ടറിന് സ്വീകരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് മാറ്റുന്നത് ഈ ഇൻപുട്ട് ഡിവൈസസ് ആണ്. ഓക്കെ, കമ്പ്യൂട്ടറിന് സ്വീകരിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ബിറ്റ്സിന്റെ രൂപത്തിലാണ്. സീറോയുടെയും വൺസിന്റെയും രൂപത്തിലാണ് കമ്പ്യൂട്ടറിന് വിവരങ്ങൾ സ്വീകരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് ഈ ബിറ്റ്സിന്റെ രൂപത്തിലേക്ക് മാറ്റി വെക്കുന്നത് ഇൻപുട്ട് യൂണിറ്റുകളാണ്. അതായത് ലൈറ്റ് പെൻ, മൈക്രോഫോൺ, ട്രാക്ക് ബോൾ, ജോയ്സ്റ്റിക്ക്, വെബ് ക്യാമറ, ഇതൊക്കെ നമുക്ക് ഇൻപുട്ട് കൊടുക്കുന്ന ഉപകരണങ്ങളാണ്. കീബോർഡ്, സ്കാനർ, ഇതെല്ലാം ഇൻപുട്ട് ഡിവൈസസ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് കീബോർഡിനെ കുറിച്ച് നോക്കാം. കീബോർഡിന് നമ്മൾ യൂസ് ചെയ്യുന്ന കീബോർഡ് നമുക്കറിയാം, അതിൽ 104 കീകളുണ്ട് അല്ലേ. ക്രിസ്റ്റഫർ ഷോൾഡ് ആണ് നമ്മളുടെ കീബോർഡിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. ഈ 104 കീകളിൽ 12 ഫങ്ഷണൽ കീസ് ഉണ്ട്. മുകളിലുള്ള ഫങ്ഷണൽ കീസ് 12 എണ്ണമാണ് ഉള്ളത്. അതിൽ സ്പേസ് ബാറാണ് ഏറ്റവും വലിയ കീ എന്നൊക്കെ നമുക്കറിയാം. ഇനി ആസ്കി എന്താണ്? ആസ്കി, ASCII, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. അതായത് നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഡേറ്റാസ് കമ്പ്യൂട്ടറിന് സീറോസിൻ്റെയും വൺസിൻ്റെയും രൂപത്തിലേ മനസ്സിലാവുള്ളൂ. നമ്മൾ പറഞ്ഞു ബിറ്റ്സിൻ്റെ രൂപത്തിലേ മനസ്സിലാവുള്ളൂ. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷനെ ബിറ്റ്സ് ആക്കി മാറ്റുന്ന ഒരു സ്റ്റാൻഡേർഡ് കോഡ് ഇൻ്റർചേഞ്ചിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആസ്കി എന്നത്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ക്ലിയർ ആയല്ലോ? ഇൻഫോർമേഷനെ ബിറ്റ്സിൻ്റെ രൂപത്തിലേക്ക് മാറ്റാനായി ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡാണ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് എന്നുള്ളത്. ആസ്കി, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ഇത് PSCയുടെ PYQ ആണ്, ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തത് മൗസിനെ കുറിച്ച് നോക്കാം. മൗസ് കണ്ടെത്തിയത് ആരാണ്? ഡഗ്ലസ് എംഗൽബർട്ട് ആണ്. ഡഗ്ലസ് എംഗൽബർട്ട് ആണ് മൗസ് കണ്ടെത്തിയത്. ഓക്കെ, ഇനിയും നമുക്കറിയാം മൗസിൽ എന്തുണ്ട്? ലെഫ്റ്റ് ബട്ടണും ഉണ്ട്, റൈറ്റ് ബട്ടണും ഉണ്ട് അല്ലേ. ലെഫ്റ്റ് ക്ലിക്കും റൈറ്റ് ക്ലിക്കും അടിക്കുന്നത്. അപ്പോൾ ഇടത് ബട്ടൺ എന്ന് പറയുമ്പോൾ എന്താണ്? ഐക്കണിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടത് ബട്ടൺ യൂസ് ചെയ്യുന്നത്. അതുപോലെ വലത് ബട്ടണാണ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഷോർട്ട് കട്ട് കമാൻഡുകളൊക്കെ പ്രത്യക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ റൈറ്റ് ബട്ടൺ എന്ന് പറയുന്നത്. ഇനി കമ്പ്യൂട്ടർ മൗസിൻ്റെ വേഗത അളക്കുന്ന യൂണിറ്റ് ഏതാണ്? മിക്കീസ് പെർ സെക്കൻഡ് ആണ്. അത് മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, മിക്കീസ് പെർ സെക്കൻഡ്. ഇനി അടുത്തത് സ്കാനർ. എന്താണ് സ്കാനർ? സ്കാൻ ചെയ്ത് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ആണ് സ്കാനർ എന്ന് പറയുന്നത്. നമ്മൾ ഡേറ്റയും അല്ലെങ്കിൽ ചിത്രങ്ങളും അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫോമാറ്റിലേക്ക് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണമാണ് സ്കാനർ. ഡേറ്റയെയും ചിത്രങ്ങളെയും ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണമാണ് സ്കാനർ എന്ന് പറയുന്നത്. അതുപോലെ ട്രാക്ക് ബോൾ എന്താണ്? കമ്പ്യൂട്ടർ മൗസിന് പകരം യൂസ് ചെയ്യുന്ന പോയിന്റിംഗ് ഉപകരണമാണ് ട്രാക്ക് ബോൾ എന്നത്. ട്രാക്ക് ബോൾ കമ്പ്യൂട്ടർ മൗസിന് പകരം ഒരു പോയിന്റിംഗ് ഡിവൈസാണ് ട്രാക്ക് ബോൾ. ഓക്കെ, ഇനി ജോയ്സ്റ്റിക്ക് എന്താണ്? വീഡിയോ ഗെയിമുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണമാണ് ജോയ്സ്റ്റിക്ക്. OMR എന്താണ്? ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. അതായത് മത്സര പരീക്ഷ, നമ്മുടെ PSC എക്സാം ഒക്കെ പോലെയുള്ള എക്സാമുകൾക്ക് മത്സര പരീക്ഷകളിലെ മൂല്യനിർണ്ണയം നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. അതുപോലെ MICR എന്താണ്? മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ. നമ്മുടെ ബാങ്കിലൊക്കെ ചെക്കുകൾ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കുകളിൽ ഉപയോഗിക്കുന്ന സംവിധാനമാണ് MICR, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ. അടുത്തത് ലൈറ്റ് പെൻ. എന്താണ്?
നമ്മൾ സ്ക്രീനിൽ നേരിട്ട് വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പേനയുടെ ആകൃതിയുള്ള ഇൻപുട്ട് ഉപകരണമാണ്. നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ കാണാറുണ്ടല്ലോ പെന്ന് പോലൊരു സാധനം, സ്ക്രീനിൽ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പെന്നിൻ്റെ ആകൃതിയിലുള്ള ഇൻപുട്ട് ഉപകരണമാണ് ലൈറ്റ് പെന്ന്. ഇനി മൈക്രോഫോൺ എന്താണ്? അനലോഗ് രൂപത്തിലുള്ള ശബ്ദത്തിനെ ഇൻപുട്ടായി സ്വീകരിച്ച് അതിനെ ഡിജിറ്റൽ രൂപത്തിലോട്ട് മാറ്റുന്ന ഉപകരണമാണ് മൈക്രോഫോൺ. ഓക്കെ, അനലോഗ് രൂപത്തിലുള്ള ശബ്ദത്തെ ഇൻപുട്ടാക്കി സ്വീകരിച്ചു അതിനെ ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റുന്ന ഉപകരണമാണ് മൈക്രോഫോൺ. അതുപോലെ ബാർകോഡ് ഉണ്ട്. ബാർകോഡ് എന്താണ്? അതായത് നമ്മൾ ഒരു വസ്തുവിനെ സംബന്ധിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ കറുപ്പും വെളുപ്പുമായിട്ടുള്ള ലൈൻസ് നമ്മൾ കണ്ടിട്ടുള്ള ഒരു വസ്തു വാങ്ങുമ്പോൾ അതിൻ്റെ ബാക്കിൽ ബാർകോഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ഒരു ഇലക്ട്രോണിക് രീതിയിൽ രേഖപ്പെടുത്തുന്ന കോഡുകളാണ് ബാർകോഡുകൾ എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് രീതിയിൽ ഒരു വസ്തുവിനെ സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന കോഡുകളാണ് ബാർകോഡ്. ബാർകോഡുകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് ബാർകോഡ് റീഡർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇൻപുട്ട് ഡിവൈസസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഇൻപുട്ട് ഡിവൈസസ്. അതിന് എക്സാമ്പിളാണ് കീബോർഡ്, മൗസ്, സ്കാനർ, ട്രാക്ക് ബോൾ, ദെൻ ജോയ്സ്റ്റിക്ക്, OMR, MICR, അതുപോലെ ബാർകോഡ് റീഡർ, ലൈറ്റ് പെന്ന്, ഇതെല്ലാം ഇൻപുട്ട് ഡിവൈസസ് ആണ്. ഇനി ഔട്ട്പുട്ട് ഡിവൈസസ് എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസസ് എന്നാൽ ഇൻപുട്ട് കൊടുത്ത ഡേറ്റനെ എന്ത് ചെയ്യും? CPU പ്രോസസ്സ് ചെയ്തിട്ട് ഔട്ട്പുട്ടാക്കി മാറ്റി നമുക്ക് തരും അല്ലേ? അപ്പോൾ ഒരു ഡേറ്റയുടെ പ്രോസസ്സിങ്ങിന് ശേഷം കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് നമുക്ക് തരുന്നത് ഏതിലൊക്കെയാണ്? മോണിറ്ററിലൂടെ അല്ലേ? മോണിറ്ററിലൂടെ നമുക്ക് കിട്ടും. അതുപോലെ പ്രിൻ്റർ, പ്ലോട്ടർ, സ്പീക്കർ, പ്രൊജക്ടർ, അതിലൂടെയൊക്കെ നമുക്ക് ഔട്ട്പുട്ട് ഡേറ്റ കിട്ടും. അപ്പോൾ മോണിറ്ററിനെ കുറിച്ച് നോക്കാം. മോണിറ്ററിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഉപകരണമാണ് മോണിറ്റർ എന്ന് പറയുന്നത്. ഇനി കമ്പ്യൂട്ടർ മോണിറ്ററിനെ തന്നെയാണ് നമ്മൾ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് അഥവാ VDU എന്നൊക്കെ പറയുന്നത്. ഇനി മോണിറ്ററിലെ റെസൊല്യൂഷൻസ് ഈ പിക്സലുകളുടെ എണ്ണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. പിക്സലുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ റെസൊല്യൂഷൻ കൂടുതലായിരിക്കുമെന്നാണ് അർത്ഥം. ഇനി നമ്മുടെ ഒരുപാട് ടൈപ്പ് മോണിറ്റേഴ്സ് ഉണ്ട്. അതായത് CRT, LED. CRT എന്താണ്? കാഥോഡ് റേ ട്യൂബ് മോണിറ്ററാണ്. LED എന്ന് പറഞ്ഞാൽ ലൈറ്റ് എമിഷൻ ഡയോഡ്. LCD എന്താണ്? ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. പിന്നെ അതുപോലെ 3D മോണിറ്റർ ഉണ്ട്, പ്ലാസ്മ മോണിറ്റർ ഉണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ മോണിറ്ററിൻ്റെ കാര്യം നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് പ്രിൻ്ററാണ്. പ്രിൻ്റർ എന്താണ്? പ്രിൻ്റർ കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഡിവൈസാണ് പ്രിൻ്റർ. എന്നിട്ട് നമുക്ക് പ്രിൻ്ററിലൂടെ ഹാർഡ് കോപ്പി നമുക്ക് അവൈലബിൾ ആക്കും. അപ്പോൾ പ്രിൻ്ററുകൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 2 തരമുണ്ട്. ഇമ്പാക്റ്റ് പ്രിൻ്ററും ഉണ്ട്, നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററും ഉണ്ട്. അപ്പോൾ ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിൾസ് ആണ് ലൈൻ പ്രിൻ്റർ, ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ, ഡ്രം പ്രിൻ്റർ, ചെയിൻ പ്രിൻ്റർ എന്നിവയൊക്കെ. ഇനി നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്ന് പറയുമ്പോൾ അത് ഇങ്ക് ജെറ്റ് പ്രിൻ്ററും ഉണ്ട്, അതുപോലെ ലേസർ പ്രിൻ്ററും ഉണ്ട്. അതിൽ ഈ ലേസർ പ്രിൻ്ററാണ് വേഗത കൂടിയ പ്രിൻ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ക് ജെറ്റ് പ്രിൻ്ററും ലേസർ പ്രിൻ്ററും വെച്ച് നോക്കുമ്പോൾ നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററുകളിൽ ലേസർ പ്രിൻ്ററിനാണ് വേഗത കൂടുതൽ. അതായത് ഒരു പ്രിൻ്ററിൻ്റെ ഗുണമേന്മ കണക്കാക്കുന്നത് എന്ന് പറയുന്നത് ഡോട്ട്സ് പെർ ഇഞ്ച് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. ഓക്കെ, ഡോട്ട്സ് പെർ ഇഞ്ച് എന്ന ഘടകത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഒരു പ്രിൻ്ററിൻ്റെ ഗുണമേന്മ കണക്കാക്കുന്നത്. ഇനി പ്രിൻ്ററിലൂടെ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഹാർഡ് കോപ്പിയുടെ രൂപത്തിലാണ്. ഹാർഡ് കോപ്പി ആയിട്ട് പേപ്പറിലാണ് കിട്ടുക അല്ലേ? ഹാർഡ് കോപ്പി. സോഫ്റ്റ്വെയറിലേക്ക് വരാം. എന്താണ് സോഫ്റ്റ്വെയർ? ഏതെങ്കിലും ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിന് നൽകുന്ന ഇലക്ട്രോണിക് നിർദ്ദേശങ്ങളെയാണ് അല്ലെങ്കിൽ പ്രോഗ്രാമുകളെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, സോഫ്റ്റ്വെയർസ് എല്ലാം പ്രോഗ്രാംസ് ആണ്. ഈ പ്രോഗ്രാംസ് കൺട്രോൾ ചെയ്യുന്ന ആളാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്പർശിച്ചറിയാൻ വേണ്ടി സാധിക്കില്ല. ഈ സോഫ്റ്റ്വെയർസിനെ നമുക്ക് സ്പർശിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഹാർഡ്വെയർ എങ്ങനെയായിരുന്നു? നമുക്ക് സ്പർശിച്ചറിയാൻ വേണ്ടി സാധിക്കുന്നതായിരുന്നു. സോഫ്റ്റ്വെയർസ് എന്ന് പറയുമ്പം സ്പർശിച്ചറിയാൻ സാധിക്കാത്ത കമ്പ്യൂട്ടറിലെ ഭാഗമാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇനി സോഫ്റ്റ്വെയറിൽ 2 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ഈ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതായത് കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന സോഫ്റ്റ്വെയർ. അത് പ്രോഗ്രാമുകൾ വെച്ച് നോക്കുമ്പം അതിൽ കമ്പ്യൂട്ടറിനെ നിയന്ത്രിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട സിസ്റ്റം സോഫ്റ്റ്വെയറുകളാണ് ആൻഡ്രോയിഡ്, പിന്നെ വിൻഡോസ്, ലിനക്സ്, യൂണിക്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താ ചെയ്യുന്നത്? കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരിക്കുന്ന ഒരു യൂസറിനെയും ഈ കമ്പ്യൂട്ടറിനെയും തമ്മിൽ അവരെ ഇൻട്രാക്ഷൻ പോസിബിൾ ആക്കുന്നത് ഈ സിസ്റ്റം സോഫ്റ്റ്വെയറാണ്. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് യൂസറിനെയും കമ്പ്യൂട്ടറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്ന് ഓർത്ത് വയ്ക്കുക.
നമുക്ക് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്താണെന്ന് നോക്കാം. അതായത് ഇപ്പം നമുക്ക് സാധാരണയായിട്ട് കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന കാര്യങ്ങൾ കോപ്പി ചെയ്യണം, എന്തെങ്കിലും ഒരു കാര്യത്തെ സോർട്ട് ചെയ്തെടുക്കണം, പ്രോസസ്സ് ചെയ്യണം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യണം, ഇങ്ങനെ അതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന പ്രോഗ്രാംസിനെയാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറിനുള്ളിൽ തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, സോർട്ടിങ്, ഡിലീറ്റിങ്, കോപ്പിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പ്രവർത്തനങ്ങളൊക്കെ സാധ്യമാക്കുന്ന സോഫ്റ്റ്വെയർ ആണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ പറഞ്ഞല്ലോ, വിൻഡോസ്, ലിനക്സ്, യൂണിക്സ്, ആൻഡ്രോയിഡ്, ഇതൊക്കെ പ്രധാനപ്പെട്ടിട്ടുള്ള സിസ്റ്റം സോഫ്റ്റ്വെയർസ് ആണ്. അതിനെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നു. അതോടൊപ്പം കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ യൂസറുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഘടകമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ യൂസറുമായി ബന്ധിപ്പിക്കുന്ന ഘടകമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ എന്താണ് സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഒരു സമയത്ത് ഒരാൾക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, ഒരാൾക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു സമയത്ത് ഒരാൾക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുള്ളൂ. പക്ഷേ മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ സമയം ഒന്നിലധികം പേർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇനി ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ പ്രോഗ്രാമുകൾ ഒരു നിശ്ചിത ഇടവേളകളിലായിട്ട് റൺ ചെയ്യിപ്പിക്കാൻ കഴിവുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയാണ് ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ പ്രോഗ്രാമുകൾ ഒരു നിശ്ചിത ഇടവേളകളിൽ റൺ ചെയ്യിക്കാൻ കഴിവുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇനി ഈ കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതോ റീസ്റ്റാർട്ട് ചെയ്യുന്നതോ ആയ പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണെന്നൊരു PYQ ആണ്. ബൂട്ടിംഗ് ആണ്. കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതോ റീസ്റ്റാർട്ട് ചെയ്യുന്നതോ ആയ പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്ത്? ബൂട്ടിംഗ്. ഓക്കെ, ബൂട്ടിംഗ്. ഇനി ബഗ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ബഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയറുകളിലും പ്രോഗ്രാമുകളിലും ഒക്കെ ഉണ്ടാകുന്ന തെറ്റുകളെയാണ് ബഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡീബഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ തെറ്റ് തിരുത്തുന്ന പ്രക്രിയയാണ് ഡീബഗ്ഗിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, Y2K എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ബഗ്ഗാണ്. Y2K എന്ന് പറയുന്നത് ഒരു മില്ലേനിയം ബഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ബഗ്ഗാണ് Y2K. അപ്പോൾ ബഗ് പഠിച്ചല്ലോ, സോഫ്റ്റ്വെയറുകളിലും പ്രോഗ്രാമുകളിലും ഉണ്ടാവുന്ന തെറ്റുകളെയാണ് ബഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഒരു യൂസർ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന പ്രോഗ്രാമുകളാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അത് ഓൾറെഡി കമ്പ്യൂട്ടറിൽ ഇൻബിൽഡ് ആയിട്ടുള്ളതല്ല, പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെടുന്നതും ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആണ്. അപ്പോൾ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത് MS ഓഫീസ്, ടാലി, ഫോട്ടോഷോപ്പ് എന്നിവയൊക്കെയാണ്. ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെ മറ്റൊരു പേരാണ് എൻഡ് യൂസർ പ്രോഗ്രാം എന്നുള്ളത്. എൻഡ് യൂസർ പ്രോഗ്രാം. ഇനിയും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പ്രധാനമായിട്ടും വാണിജ്യ ഇടപാടുകൾക്ക്, അതായത് സ്പ്രെഡ്ഷീറ്റ്, പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ പോലെയുള്ളവയൊക്കെയാണ് നമ്മൾ വാണിജ്യ ഇടപാടുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഗ്രാഫിക്സ്, മൾട്ടിമീഡിയ പ്രൊജക്റ്റുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്, വാർത്താവിനിമയ രംഗത്ത് യൂസ് ചെയ്യുന്നതുണ്ട്, വിദ്യാഭ്യാസപരമായിട്ടും വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? യൂസ് ചെയ്യുന്ന പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ, പവർ പോയിൻറ്റും പിന്നെ നമ്മുടെ എക്സലും ഇമേജ് എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസ് ആയിട്ടുള്ള അഡോബ് ഫോട്ടോഷോപ്പ്, പിക്കാസ, അങ്ങനത്തെ സാധനങ്ങളെല്ലാം എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിൽ വരുന്നതാണ്. ഇനി നമുക്ക് സ്വതന്ത്ര സോഫ്റ്റ്വെയർ, ഫ്രീ സോഫ്റ്റ്വെയർ ഏതാണെന്ന് പഠിക്കാം. ഫ്രീ സോഫ്റ്റ്വെയറിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവാം. സ്വതന്ത്ര സോഫ്റ്റ്വെയറിൻ്റെ സ്ഥാപകൻ റിച്ചാർഡ് സ്റ്റാൾമാൻ ആണ് സ്വതന്ത്ര സോഫ്റ്റ്വെയറിൻ്റെ സ്ഥാപകൻ. അതായത് ആവശ്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി ഉപയോഗിക്കാൻ കഴിയുന്ന സോഫ്റ്റ്വെയർ ആണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി ഉപയോഗിക്കാൻ കഴിയുന്ന സോഫ്റ്റ്വെയർ ആണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ. അതിന് എക്സാമ്പിളാണ് ലിനക്സിൻ്റെ ലോഗോ കണ്ടിട്ടുണ്ടല്ലോ, ടക്സ് എന്ന പേരുള്ള ഒരു പെൻഗ്വിനാണ് ഈ ലിനക്സിൻ്റെ ലോഗോ. അതുപോലെ മറ്റൊരു സോഫ്റ്റ്വെയർ ആണ് മോസില്ല ഫയർഫോക്സ്, അതും ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ്. ഇനി നമുക്ക് CPU കുറിച്ച് കൂടി ഈ ഭാഗത്ത് അങ്ങ് പഠിക്കാം. ഓക്കെ, കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ ഭാഗത്ത് വരുന്നതാണ് CPU, അതുകൂടി പഠിക്കാം. കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്നറിയപ്പെടുന്നത് എന്താണ്? CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. അപ്പോൾ ഒരു CPUവിന് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ALU, അരിതമാറ്റിക് ലോജിക് യൂണിറ്റ്, അതുപോലെ കൺട്രോൾ യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്. അരിതമാറ്റിക് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, മെമ്മറി യൂണിറ്റ് എന്നിങ്ങനെ CPUവിന് 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. അപ്പോൾ എന്താണ് ഈ കൺട്രോൾ യൂണിറ്റ്?
ഒരു കമ്പ്യൂട്ടറിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന CPU-ൻ്റെ ഭാഗം. അതുകൊണ്ടാണ് അതിനെ കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ കൺട്രോൾ യൂണിറ്റാണ് ഒരു കമ്പ്യൂട്ടറിലെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത്. ഇനി ഒരു കമ്പ്യൂട്ടറിലെ ഗണിത ക്രിയകൾ, ലോജിക്കൽ കാൽക്കുലേഷൻസ് എന്നിവയൊക്കെ ചെയ്യുന്ന ഭാഗമാണ്, CPU-ൻ്റെ ഭാഗമാണ് അരിതമാറ്റിക് ലോജിക് യൂണിറ്റ്. അതായത് അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, അതുപോലെ ലോജിക്കൽ കാൽക്കുലേഷൻസ് എല്ലാം ചെയ്യുന്നത് CPU-ലെ ALU അരിതമാറ്റിക് ലോജിക് യൂണിറ്റ് എന്ന ഭാഗമാണ്. മെമ്മറി യൂണിറ്റ് എന്താണ്? ഇൻപുട്ട് ഉപകരണങ്ങൾ വഴി കമ്പ്യൂട്ടറിൽ എത്തുന്ന വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ സഹായിക്കുന്ന CPU-ൻ്റെ പ്രധാന ഭാഗമാണ് മെമ്മറി യൂണിറ്റ്. ഇപ്പം നമ്മൾ ഇൻപുട്ട് കൊടുത്തു, ആ ഇൻപുട്ട് സൂക്ഷിച്ചു വെക്കും, അതുപോലെ ഔട്ട്പുട്ടും സൂക്ഷിച്ചു വെക്കും കേട്ടോ. നമുക്ക് തരുന്ന ഔട്ട്പുട്ടും സൂക്ഷിച്ചു വെക്കും. കമ്പ്യൂട്ടർ മെമ്മറിയെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, പ്രൈമറി മെമ്മറി എന്നും സെക്കൻഡറി മെമ്മറി എന്നും. ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ പ്രൈമറി മെമ്മറിയെക്കുറിച്ച് നോക്കാം. കമ്പ്യൂട്ടറിൻ്റെ മെയിൻ മെമ്മറിയാണ് പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. പ്രൈമറി മെമ്മറിയാണ് കമ്പ്യൂട്ടറിൻ്റെ മെയിൻ മെമ്മറി. അപ്പോൾ ഈ പ്രോസസ്സറിന് ഏറ്റവും വേഗത്തിൽ പ്രാപ്യമായ മെമ്മറി കൂടിയാണ് പ്രൈമറി മെമ്മറി. പ്രൈമറി മെമ്മറിയെ പ്രധാനമായിട്ടും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? റാമും റോമും. കേട്ടിട്ടുണ്ടല്ലോ, ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. റാം എന്നാൽ എന്താണ്? റാൻഡം ആക്സസ് മെമ്മറിയാണ്, അതായത് വോളട്ടൈൽ മെമ്മറിയാണ്, ഒരു താൽക്കാലിക മെമ്മറിയാണ്. പവർ ഓഫ് ചെയ്യുമ്പോൾ ഈ റാമിലെ ഡേറ്റയൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഈ റാം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ഉണ്ട്, അതായത് സ്റ്റാറ്റിക് റാമും ഉണ്ട്, ഡൈനാമിക് റാമും. എസ് റാമും ഡി റാമും. സ്റ്റാറ്റിക് റാമും ഡൈനാമിക് റാമും എന്നിങ്ങനെ റാം രണ്ട് തരത്തിലുണ്ട്. ഇനി റോമിനെ കുറിച്ച് നോക്കാം. റീഡ് ഓൺലി മെമ്മറി. റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത് ഒരു സ്ഥിരം മെമ്മറിയാണ്, അതായത് നോൺ വോളട്ടൈലാണ്. പവർ ഓഫ് ചെയ്യുമ്പോഴും റോമിൽ നിന്ന് സൂക്ഷിച്ചിരിക്കുന്ന ഡേറ്റകളൊന്നും നഷ്ടപ്പെട്ടു പോകില്ല. ഇനി കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് ഈ റോമിലാണ്. ഓക്കെ, ഈ റോമിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്രോഗ്രാമുകളെയാണ് ഫേംവെയർ എന്ന് അറിയപ്പെടുന്നത്. ഫേംവെയർ. ഇപ്പോൾ നമ്മൾ പ്രൈമറി മെമ്മറിയിൽ രണ്ട് കാര്യങ്ങൾ പഠിച്ചു, റാമും റോമും. റാം എന്നത് വോളട്ടൈൽ മെമ്മറിയാണെന്നും റോം എന്നത് ഒരു സ്ഥിര മെമ്മറിയാണെന്നും ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് സെക്കൻഡറി മെമ്മറിയിലേക്ക് വരാം. സെക്കൻഡറി മെമ്മറി എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെ പുറത്ത് വിവരങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നവയാണ് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെക്കൻഡറി മെമ്മറിയിൽ നമുക്ക് എന്തൊക്കെ ഉൾപ്പെടുത്താം? ഫ്ലോപ്പി ഡിസ്ക്, ഹാർഡ് ഡിസ്ക്, കോമ്പാക്ട് ഡിസ്ക്, പെൻ ഡ്രൈവ്. കമ്പ്യൂട്ടറിൻ്റെ പുറത്ത് എങ്ങനെയൊക്കെ വിവരങ്ങൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റുമോ അതിനെയാണ് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. ഇന്റേണൽ മെമ്മറി എന്ന പേരിൽ അറിയപ്പെടുന്നതും ഈ സെക്കൻഡറി മെമ്മറിയാണ്. ഇനി ഈ മെമ്മറിയുടെ യൂണിറ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റാണ് ബിറ്റ്. കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റാണ് ബിറ്റ്. ഇനി അത് വെച്ചിട്ട് ഒരു ചാർട്ട് നമുക്ക് പഠിക്കാനുണ്ട്. എന്താണ്? 4 ബിറ്റ്സ് ഒരു നിബിളാണ്, 8 ബിറ്റ്സ് ഒരു ബൈറ്റാണ്, 16 ബിറ്റ്സ് ഒരു വേർഡാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി 1024 ബൈറ്റ്സ് ആണ് ഒരു കിലോ ബൈറ്റ്. ഈ ഒരു ചാർട്ട്, ഇതിന് താഴേക്ക് തന്നിട്ടുള്ള ഈ ഒരു ചാർട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് 2-3 പ്രാവശ്യം നോക്കുമ്പോൾ അത് നമുക്ക് ഓർത്ത് വയ്ക്കാനുള്ള ട്രിക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. ഒന്ന് വായിച്ച് പഠിച്ചാൽ മാത്രമേ അത് കിട്ടുള്ളൂ, ഞാനത് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ ഈ ഒരു ചാർട്ട് ഒരു 3-4 തവണ ഓടിച്ചൊന്ന് നോക്കി വയ്ക്കുക. ആദ്യത്തെ ഒരു 4 എണ്ണം നോക്കി വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ എന്ന ഭാഗമാണ് കംപ്ലീറ്റ് ചെയ്തത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൻ്റെ രൂപത്തിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.